എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ വീട്ടിൽ ഇടുന്ന കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് ഞാനൊരു ഇൻട്രോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ അജണ്ട എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കസിൻ ചേട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ 6 പേര് അല്ലെങ്കിൽ നമ്മുടെ കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഒരു ഫെറി ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ജദ്ദാഫിലുള്ളത്. അപ്പം 8:30 നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. 9 മണി മുതൽ 11 മണി വരെ 2 മണിക്കൂറാണ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഈവനിങ് ഇങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്നാണ് ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഞാൻ വന്നിട്ട് ഇങ്ങനെ മടി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. കാര്യം പുറത്ത് ഭയങ്കര തണുപ്പ്. അപ്പോൾ ഇനി റെഡി ആവണം. നമുക്ക് എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, കസിൻസ് വരും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകും. പുള്ളിക്ക് ഒരു ഐഡിയ ഇല്ല, എന്താവുമെന്ന് അറിയില്ല, പുള്ളി ഗസ് ചെയ്യുമെന്ന് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇനി റെഡി ആവണം. അപ്പോൾ പോകുന്ന കാര്യങ്ങളും അവിടെ ചെന്നിട്ടുള്ള പരിപാടികളും എല്ലാം കാണിച്ചു തരാവേ. ഇതാട്ടോ അപ്പോൾ എൻ്റെ ഡ്രസ്സ്. ഒരു ബ്ലാക്കിൽ ഫ്ലോറൽ സ്റ്റഫ് വരുന്ന ഒരു ബോഡിക്കോൺ ഡ്രസ്സ്, അതിൽ കൂടുതൽ ആക്സസറീസ്, അങ്ങനെ മാത്രമേ ഉള്ളൂ കേട്ടോ, സിമ്പിൾ. അപ്പം നമ്മളിനി എൻ്റെ ബാക്കി കസിൻസിനെ പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകും കേട്ടോ. അപ്പോൾ 8:30 നമുക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പോകുന്ന വഴിയും ബാക്കി കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം. 8:30 ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം. പക്ഷേ ഞങ്ങൾ 2 പെൺപിള്ളേർ ഒരുങ്ങിയൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കിന് 8:15 കഴിഞ്ഞു. പിന്നെ ചിന്തിക്കാമല്ലോ, ട്രാഫിക് എല്ലാം കഴിഞ്ഞ് നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം 9 മണി കഴിഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ പ്രശ്നമൊന്നുമില്ല, നമ്മളവരെ ഓൾറെഡി വിളിച്ച് ഇൻഫോം ചെയ്തായിരുന്നു. പിന്നെ അപ്പോൾ ആൾക്കാരൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം വലിയ സീൻ ഉണ്ടായില്ല. ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ബോയ്. ബർത്ത്ഡേ ബോയ്ക്ക് എന്തെങ്കിലും ക്ലൂ ഉണ്ടോ? ബർത്ത്ഡേ ബോയ് അതെ, ഈ നടന്നു പോകുന്ന സ്ത്രീയുടെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ. ഇവർ കപ്പിൾസ് ആട്ടോ. നമ്മളിത് എങ്ങോട്ടാണ് ഗൈസ് പോകുന്നത്? പറയത്തില്ല, കടലിൽ ചാടാൻ പോവുകയാണ് ചെറുതായിട്ട്. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്കും അറിയത്തില്ല. പാർക്ക് ചെയ്തെടുത്തുനിന്ന് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ നമുക്ക്. ബർത്ത്ഡേ ബോയ്ക്ക് ചെറിയൊരു ക്ലൂ കിട്ടിയിരിക്കുകയാണ്. നീശന്റെ കൈ എവിടെ? രേവു എന്തുവാ പറയാനുള്ള ചേട്ടന്റെ അടുത്ത്? എന്റെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ. പിന്നെ ഞാൻ കണ്ടായിരുന്നു. എന്നിട്ട് ഡയലോഗ് അടിക്കുന്നത് ചുമ്മാതെ വന്നതായിരിക്കും. ചന്തു ചേട്ടാ, എന്തുവാ ബർത്ത്ഡേ ബോയോട് പറയാനുള്ളത്? എന്താ പറയാ, മര്യാദക്ക് നിന്ന് കഴിഞ്ഞാൽ അടുത്ത ബർത്ത്ഡേ ആഘോഷിക്കാം. ബർത്ത്ഡേ മാത്രമല്ല, ഇത് റിട്ടയർമെന്റ് ഫംഗ്ഷൻ കൂടെ. നന്ദച്ചൻ എന്താ പറയാനുള്ള അളിയനോട്? ഐസ്ക്രീമും വെള്ളം മാത്രമേ. നീശൻ എന്താ പറയാനുള്ള? അതേ പറയണം, ഞാനിന്ന് റിട്ടയർ ചെയ്തതിന്റെ ക്ഷീണമായിരിക്കും. അൽദവീരയുടെ എന്റെ ഇല്ല കേട്ടോ. അൽദവീരയുടെ അല്ലല്ല, എന്നെ സെർച്ച് ചെയ്ത് ഞാൻ കിട്ടുന്നത്. പോലീസൊക്കെ നോക്കുന്നുണ്ട്. ശ്വാസം തന്നെ വലിക്കുന്നത് എങ്ങനെയാ? എനിക്ക് ട്രൈ ചെയ്യണോ ഹുക്ക? അല്ല, അതിന് വേറെ കൊടുക്കണമെന്നാ ഉദ്ദേശിച്ചത്. എന്നാ വേണ്ട പറഞ്ഞാൽ ഞാൻ വണ്ടി നിർത്തുന്നില്ല. കുക്കില്ല, വേറെ കുറഞ്ഞ ബോട്ടിൽ തീ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ തന്നെ ഇറക്കി വിടും. അതിനാണ് ഞാൻ ചാക്കനെ വിളിച്ചോണ്ട് വന്നത്. ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് ഗൈസ്. ഇതുവരെ ക്രൂസാണ്, ഫെറി.
അത് പോവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. എന്റെ പേരെന്തോന്ന് ചോദിക്കണം. മത്സ്യബന്ധനം ഞങ്ങൾ കൊമ്പനെ പിടിക്കാൻ പോവാണ്. ഞങ്ങൾ ജോലിയെല്ലാം റിസൈൻ ചെയ്ത് മത്സ്യബന്ധനത്തിലോട്ട് ഇറങ്ങാൻ പോവാണ്. ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം തന്നു കേട്ടോ. പിന്നെ ഇനി ഇത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ഡാൻസും പരിപാടിയും ഫുഡും സെറ്റപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിനി മുകളിലേക്ക് കയറി കേട്ടോ. കൊള്ളാം, നല്ല തണുപ്പുണ്ട്, ക്ലൈമറ്റ് വൈസും എല്ലാം നമ്മളുടെ യോട്ട് സ്റ്റാർട്ടായി കേട്ടോ മൂവി. ഞങ്ങളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകാൻ പോകണം. അവർ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തായിരുന്നു, അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. എന്നിട്ടിപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞു, നമ്മൾ തിരിച്ച് വീട്ടിൽ പോവാം. അപ്പോൾ നെക്സ്റ്റ് ടൈം സൈനിങ് ഓഫ്, ബൈ.